ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്മുമ്മ കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ ദീപനെയും കൂടി പ്രാഗുവാണ്. നിങ്ങൾ നരങ്ങണത് ഞാൻ കാണോടി, അത് എൻ്റെ കരിനാക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെയധികം പ്രാഗി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുക. അത് കാണുമ്പോൾ കിരണിനും കല്യാണിക്കും ദീപക്കൊക്കെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശിനെയാണ്. പ്രകാശൻ ബാലനൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ പോവാണ്ട് ബാലനോട് പറയുന്നത്, ബാലന എനിക്ക് പണിയെടുക്കാനൊന്നും പറ്റില്ലെന്ന് അറിയാലോ, അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല. പക്ഷേ ഈ വയസ്സായ കാലത്ത് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി എന്തെങ്കിലും പണിയെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണമെന്ന് പറയാണ്. എന്തെങ്കിലുമൊക്കെ ലോങ് ട്രിപ്പ് ആണെങ്കിലോ എന്തെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലോ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം എന്ന് പറയാണ്. ബാലനം പറയുന്നുണ്ട്, എടാ കുറച്ച് മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര കാശുകാരിയാണ്. അവർ ഇപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ, ഇവിടെയാണ് നിൽക്കണത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു നല്ലൊരു ഡ്രൈവറെ വേണം വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിനക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാലോ, അപ്പോൾ പരിചയത്തിലായിരുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് നിന്നെയാണ് ഓർമ്മ വന്നത്. നീ പലപ്പോഴായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാറുണ്ട്, അതൊന്നും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം. അത് തന്നെ മാത്രമല്ല നിൻ്റെ അവസ്ഥ എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ നിന്നെയാണ് ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവറായിട്ട് തീരുമാനിച്ചേക്കുന്നത്. എന്താ നിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ തന്നെ പോയിക്കൊള്ളണം, കാരണം ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ അങ്ങനത്തെ അവസ്ഥയാണ്. അമ്മ ഈ വയസ്സാകാലത്ത് ജോലി എടുക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എത്ര ലോങ് ട്രിപ്പ് ആണെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ തന്നെ അവരുടെ ഡ്രൈവർ ആയിക്കോളാം എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് ഭാരണം പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സേനനെയാണ്. സേന നമ്മുടെ രൂപയുടെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. ചന്ദ്രേട്ട വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. എന്താ ചന്ദ്രേട്ട പതിവില്ലാതെ പെട്ടെന്ന് എന്ന് വന്നെന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോഴേക്കും ചന്ദ്രസേനൻ പറയുന്നുണ്ട്, എടോ ഞാൻ തൻ്റെ മക്കളുടെ അടുത്ത് നിന്നും 10-25 വർഷമാണ് അകന്ന് ജീവിച്ചത്. ഇപ്പോൾ സരയുവിന് എത്ര വയസ്സുണ്ടെന്ന് തനിക്ക് അറിയാവോ? അവൾക്കൊരു 25 വയസ്സാവാനായില്ലേ എന്നിങ്ങനെ പറയാണ്. അത് മാത്രമല്ല അപ്പോൾ തന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞിട്ട് താൻ തൻ്റെ മക്കളെ അകറ്റി നിർത്തി. അപ്പോൾ തനിക്കുണ്ടായ വേദന എത്രത്തോളം താനൊന്ന് ആലോചിച്ച് നോക്കിയ. അങ്ങനെയാണെങ്കിൽ താരുടെ വിഷമം താനൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വർഷങ്ങളായിട്ട് അവളൊരു മകളൊന്ന് അടുത്ത് കാണാനോ ഒന്ന് താലോലിക്കാനോ ഒന്ന് തലോടാനോ പറയാൻ പറ്റാത്തൊരവസ്ഥ. ശരിയാ ചന്ദ്രേട്ടൻ പറഞ്ഞത്, എനിക്ക് ആ അവസ്ഥ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. താര ഇവിടെ വന്നപ്പോഴെല്ലാം ഞാൻ സത്യം അറിയാണ്ട് ഒരുപാട് താരനെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്കതിനെയൊക്കെ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. അതെ, അതിനെ പ്രായശ്ചിത്തം ചെയ്യണം. അതിനു വേണ്ടി താരയെടുത്ത് സരയുവിനെ കുറച്ചു നേരം ഒന്ന് വിട്ടു കൊടുക്കണം. അവൾ ഒരു ദിവസം അവൾ ആഗ്രഹിച്ച പോലെ അവളുടെ മകളുടെ കൂടെ അവൾക്കൊന്ന് അന്തി ഉറങ്ങണം. അവൾക്കൊന്ന് മകളെ ഒന്ന് താലോലിക്കണം, ഒന്ന് സ്നേഹിക്കണം എന്നിങ്ങനെ പറയാണ്. അതിന് സരയു സമ്മതിക്കുമെന്ന് ചന്ദ്രന് തോന്നുന്നുണ്ടോ? അവൾ ഒരിക്കലും താരേനെ അമ്മയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയേണ്ടത്, അതെ അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ബോധമുള്ള സമയത്ത് ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അവൾ എന്തായാലും താരയായിട്ട് ഒരു ദിവസം ഒരു രാത്രി ഒന്നിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനും കല്യാണി മോളും ഒരു പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. താൻ അതിൻ്റെ കൂടെ നിൽക്കണം. അയ്യോ അതെന്താ ചന്ദ്രേട്ട, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. പാവം താര, അവൾക്ക് എന്തായാലും അവളുടെ മകളെ ഒന്ന് കൂടെ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിനുവേണ്ടി ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ശരി, അതറിഞ്ഞാൽ മതി. ഞാൻ മോളോട്ടൊന്ന് ആലോചിച്ചിട്ട് തന്നെ വിളിക്കാം എന്ന് പറയാണ്. ശരി ചന്ദ്രേട്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന അവിടുന്ന് പോകുക കേട്ടോ. ശേഷം ചന്ദ്രസേനെ കാണുന്നത് കല്യാണിനെയാണ്. അവർ റോഡരികത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അച്ഛൻ എനിക്കുള്ളത്. പാവം താരാൻറ്റി, അവളൊന്ന് അടുത്ത് കാണാൻ പോലും ശരിക്കും പറ്റിയിട്ടില്ല. അവളടുത്ത് അടുത്ത് പോകുമ്പോഴൊക്കെ അവൾ തട്ടി മാറ്റി പോവുകയല്ലേ ചെയ്യണത്. പാവം, ആൻറ്റിയുടെ ആഗ്രഹം എങ്ങനെയും സാധിച്ചു കൊടുക്കണമെന്ന് പറയാണ്. അതെ, അതിനുള്ള പ്ലാനാണ് മോളെ നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് പറയുവാണ്. അച്ഛൻ എന്താ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയാണ്. അപ്പോഴേക്കും താര അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ദേശ താരാൻറ്റി വന്നു എന്ന് പറയാണ്. താര പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് പൈസ കൊടുത്തതിന് ശേഷം ചന്ദ്രസേനൻ്റെയും അതുപോലെ തന്നെ കല്യാണിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് ആക്ഷൻ വഴി. ആ സമയത്ത് ചന്ദ്രസേന പറയണേ, അതിനെക്കുറിച്ചാണ് ഞാനും കല്യാണി മോളും ആലോചിക്കുന്നത്. എന്തായാലും നിന്റെ ആഗ്രഹം ഇന്ന് സാധിച്ചിരിക്കും. ഇന്നേ അവള് എങ്ങനെയെങ്കിലൊക്കെ രൂപയുടെ വീട്ടിൽ എത്തിക്കണം. അതിനുശേഷം നീ രൂപയുടെ വീട്ടിലെത്തണം. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാണ്. എന്തായാലും നിന്റെ ഇന്ന് ആഗ്രഹം സാധിച്ചിരിക്കും. നിന്റെ മോളെ ആവശ്യത്തിനനുസരിച്ച് നിന്റെ കൂടെ നിർത്താനും നിനക്ക് താലോലിക്കാനും സ്നേഹിക്കാനൊക്കെ കൂടെ കിടക്കാനൊക്കെ ഇന്ന് നിനക്ക് സാധിക്കും. നിങ്ങൾ എന്തായാലും വണ്ടി കയറി അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ കല്യാണിയും താരയും കൂടി ചന്ദ്രസേൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറുവാട്ടോ.
അങ്ങനെ വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും ചന്ദ്രസേനൻ കല്യാണി പറയുന്നുണ്ട്, എന്താണ് ചേച്ചൻ്റെ പ്ലാൻ ചോദിക്കുമ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്തായാലും നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ മനോഹർ, അവനോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും നീക്കണം എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് സരയു വരുവാട്ടോ. ആ സമയത്ത് സരയുവിനെ കാണുമ്പോൾ തന്നെ രൂപ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എൻ്റെ വൃത്തികെട്ടവനായ ചേട്ടൻ്റെ മോളാണ്, പക്ഷെ ഒരിക്കലും പാവം താരയുടെ മകളും കൂടി ആയതുകൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിച്ചേ പറ്റൂ. പാവം താര, അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് സരയു പെട്ടെന്ന് രൂപയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ആൻറ്റി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ. ഹോ ആൻറ്റി, എന്താണ് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി മനുവേട്ടൻ സമ്മതിക്കില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ മനുവേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു പോയിക്കോളൂന്ന്. ആളിപ്പോൾ ഭയങ്കര ബിസി ആൻറ്റി, ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് എപ്പോഴും ഓടി നടത്താൻ മാത്രമാണെന്ന് പറയുമ്പോൾ ഒരു മനസ്സിലിങ്ങനെ ചിരിക്കുക കേട്ടോ. മോള് വാ എന്ന് പറയാണ്. ഇന്ന് ഇവിടെ മറ്റവളുണ്ടോ, ആ യാമിനി എന്ന് പറഞ്ഞവള്? ഇല്ല, അവളവളെ വീട്ടിൽ പോയിരിക്കുക, നാളെ വരുള്ളൂ. പിന്നെ കിരണും കല്യാണിക്ക് ഇന്നെങ്ങാനും വരുമോ? അവരൊന്നും വരില്ല മോളെ, വരണ്ടാന്ന് പറയാ ആൻറ്റി, ഇന്ന് ഞാനും ആൻറ്റി മാത്രം ഇവിടെ മതി. മോൾക്കറിയാലോ ഞാൻ അവരോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയം മാത്രമാണ്, അതൊക്കെ മോളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നതല്ലേ. അത് ശരിയാ, പക്ഷേ അവർ ആൻറ്റി അടുത്ത് വരുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറയാണ്. ആൻറ്റി, ഇന്ന് ആൻറ്റി ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ കഴിച്ച് എനിക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കണമെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ രൂപ പറയേണ്ട, മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സരയു വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ പോയി നോക്കുമ്പോൾ സരയുവിന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം തന്നെ രൂപ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിട്ട്. ചാള വറുത്തത്, മോര് കറി, ബീട്രൂട്ട് തോരൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ എന്ന് പറയുകയാണ്. അതിനുശേഷം സരയുക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ്. രൂപ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുണ്ട്. ചന്ദ്രസേനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ രൂപയെ വിളിക്കണത്, മോള് ഫോൺ എടുത്തു എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ഫോൺ എടുക്കണ്ട. അമ്മേ പറയാന്ന് പറയുമ്പോൾ ദേ സരുവിനെ ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് കൊടുക്കാമേ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രസേനെ വണ്ടി ഒരു വശത്തേക്ക് മാറ്റിയിട്ട് പറയുന്നുണ്ട്, അവളവിടെ എത്തിയോ? എത്തി ചന്ദ്രേട്ടാ, ഇനി എന്താ അടുത്ത പ്ലാന്? ഞാൻ പറയണ പോലെ തന്നെ താൻ ചെയ്താൽ മതി. ഇന്ന് ഇപ്പൊ കുറച്ചു നേരത്തേക്ക് കല്യാണി മോളുടെ വീട്ടിലേക്ക് താര നിൽക്കും, രാത്രി ആകുമ്പോഴേക്കും തൻ്റെ വീട്ടിലേക്ക് എത്തിക്കാം. മോളോടും കൂടി വരാൻ പറയട്ടോ. അവളും കൂടി വരും എന്തായാലും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ശരി ചന്ദ്രേട്ടാ എന്ന് പറഞ്ഞിട്ട് രൂപ ഫോൺ വെക്കുവാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ സരയു ഫോണൊക്കെ നോക്കിക്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രൂപ ഒരു ഗ്ലാസ് പാലായിട്ട് നമ്മുടെ സരയുവിൻ്റെ അടുത്തേക്ക് പോവാണ്. മോളെ ഇന്ന് ഈ പാല് കുടിക്കുക. അയ്യോ വേണ്ട ആൻറ്റി, എൻ്റെ വയറതേ പൊട്ടാനായിരിക്കുക. അതേ മോളെ അങ്ങനെ പറഞ്ഞുകൂടെ കേട്ടോ, മോളുടെ വയറ്റിൽ ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട്, അപ്പം നല്ല ഉറക്കം കിട്ടാനും നല്ല ആരോഗ്യമുള്ള ഫുഡൊക്കെ കഴിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വമാണ്. ഈ പാല് മര്യാദയൊക്കെ കുടിച്ച് എന്ന് പറയുകയാണ്. ഈ ആൻറ്റിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സരയു പാല് മേടിച്ചിട്ട് കുറച്ച് കുടിക്കുകയാണ്. മതി ആൻറ്റി, ഇതേ മോളെ മുഴുവൻ കുടിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ, മര്യാദയ്ക്ക് മുഴുവൻ കുടിക്കും മോളെ എന്ന് പറയാണ്. ശരി ഞാൻ മുഴുവൻ കുടിക്കാം, പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആൻറ്റിയുടെ കൂടെ ആൻറ്റിയുടെ ഈ റൂമിൽ കിടക്കും, ഓക്കെ ആണോ? അതിനെന്താ, മോളുടെ കൂടെ കിടക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ശരി എങ്കിൽ ഞാൻ പാല് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് സരയു പാല് ഫുള്ളും കുടിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ രൂപയുടെ കയ്യിൽ ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സരയു പറയണ്ടേ, ആൻറ്റി ഞാൻ ആൻറ്റിയുടെ മടി തലവെച്ച് കിടന്നോട്ടെ. അതിനെന്താ മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ സരയു നമ്മുടെ രൂപയുടെ മടിയിൽ തലവെച്ച് കിടക്കുക കേട്ടോ. ആ സമയം നമ്മുടെ സരയുവിനെ പാല് കുടിച്ചതിൻ്റെ പാലിൽ എന്തൊക്കെയോ രൂപ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സരയുവിന് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സരയു പറയുന്നുണ്ട്, എന്തോ വല്ലാതെ ക്ഷീണം ആൻറ്റി, വല്ലാതെ ഉറക്കം വരുന്നു. അതിനെന്താ മോൾ ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് രൂപ. അതിനുശേഷം നമ്മുടെ സരയു കണ്ണടച്ചോട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കണം, അവൾ ഉറങ്ങി, ഇനി എങ്ങനെയെങ്കിലും താരേനെ ഇവിടെ എത്തിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും പ്രൊമോയിൽ കാണിച്ച ഭാഗം ഇന്ന് കാണിക്കുന്നില്ല. സരയു നല്ല ഉറക്കമായത് കൊണ്ട് തന്നെ രൂപ താരനെ വിളിച്ചിട്ട് താരേനെയും സരയുനെ ഒരുമിച്ച് കിടത്തും. നല്ല ഉറക്കത്തിലായ സരയു രൂപയാണ് വെച്ചിട്ട് താരനെ കെട്ടിപ്പിടിച്ച് കിടക്കും, ഉമ്മ വയ്ക്കും. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.